ഇപ്പോൾ CPM നേതാവ് അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ വിവാദമായ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ പല കാലഘട്ടം എന്ന് പറയുമ്പോൾ 3 കാലഘട്ടങ്ങൾ, 3 മുൻ എക്സൈസ് മന്ത്രിമാർ ഇരുന്ന കാലഘട്ടത്തിൽ ഈ ബെക്കാഡി കമ്പനി താല്പര്യപൂർവ്വം സർക്കാരിനെ സമീപിച്ചതിന്റെ തെളിവുകളാണ്, രേഖകളാണ് പുറത്തേക്ക് വരുന്നത്. മറുപടി അല്ല, ഈ തെളിവുകളെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലെന്തോ കാര്യമുണ്ട്. ഒരു സംസ്ഥാന സർക്കാരിന് തങ്ങൾക്ക് ഇങ്ങനത്തെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ഒരു രാജ്യത്തെ ഒരു കമ്പനി ഒരു കത്ത് അയക്കുന്നത് സ്വാഭാവിക നടപടിയല്ലേ? അതിൽ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. TP രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ MP ഗോവിന്ദനും MP രാജേഷും എക്സൈസ് മന്ത്രിമാരായിരുന്ന കാലത്ത് അവർ ഈ കമ്പനിക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇതല്ലേ ചോദ്യം. മാത്രമല്ല, അത്തരമൊരു തീരുമാനം എടുക്കാൻ LDF പോകുന്നുവെന്ന് 2026 മാർച്ച് 6 VD സതീശൻ ആരോപണം ഉന്നയിച്ചു. അത് നികുതി കുറയ്ക്കാനാണ് നീക്കം എന്നും വ്യക്തമായ ആരോപണം ഉന്നയിച്ചു. അങ്ങനെ നികുതി കുറച്ചാൽ സംസ്ഥാന ഖജനാവിന് നഷ്ടം വരും എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിന്റെ ഭാഗമായി അഴിമതി ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം നടന്നു. പക്ഷെ നടന്നത് VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷമാണ്. ശ്രീ അനിൽകുമാർ, അവിടെ ഒരു അനുകൂല സാഹചര്യം എന്ന പോലെ ആദ്യമേ ഒരു പോളിസി പ്രശ്നമാണ്. ആ പോളിസി LDFന് ഒരു പോളിസി ഉണ്ട്. ആ പോളിസി തുടക്കത്തിൽ ഒരു കത്ത് 2017 വരുന്ന സമയത്ത് തന്നെ സ്റ്റോപ്പ് ഇടാം, ഇങ്ങനെ ഒരു മദ്യം ഇവിടെ വിൽക്കേണ്ടതേ ഇല്ല എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കാമായിരുന്നു അവിടെ. പിന്നീട് അവർ അപ്ഡേറ്റ് ചെയ്യുകയാണ് വീണ്ടും. അതെ. അപ്പോ എന്റെ ഒരു ചോദ്യം അതല്ല. ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള സർക്കാർ ഏതെങ്കിലും തരത്തിൽ ആ മദ്യത്തിന് നികുതി കുറയ്ക്കുക എന്ന് ആലോചിച്ചോ? അതേസമയം LDF സർക്കാർ കൊണ്ടുവന്ന മദ്യത്തിലെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഹാർട്ടി വൈനും അതുപോലെ തന്നെ ഹാർട്ടി ബിയറുമാണ്. അത് കേരളത്തിലെ കർഷകന്റെ താല്പര്യമാണ്. അത് അന്ന് പറഞ്ഞു കഴിഞ്ഞു, അന്ന് നടന്നു കഴിഞ്ഞു. ആ നയം 2022-23 വന്ന കാലത്ത് ഒരു ബെക്കാഡിയും നമ്മുടെ മുമ്പിലില്ല. ബെക്കാഡിയെ സംബന്ധിച്ച് നമ്മൾ ആദ്യം കേൾക്കുന്നത് 2026 മാർച്ച് 6 ഇങ്ങനെ നികുതി കുറയ്ക്കാൻ പോകുന്നു, ഇത് ഖജനാവ് ചോർത്തും, അഴിമതി ഉണ്ടാവും, അത് ഇലക്ഷൻ ഫണ്ട് വാങ്ങിക്കാനാണ്. ഇതാണ് പറഞ്ഞത്. വാങ്ങിച്ച ഫണ്ടിന് നന്ദി VD സതീശൻ പ്രകടിപ്പിച്ചു എന്നുള്ളതാണല്ലോ ഇപ്പൊ വ്യക്തമാകുന്നത്. BM സുധീരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പാർട്ടിയിൽ ആലോചിക്കാതെ UDFൽ ആലോചിക്കാതെ ഒറ്റയ്ക്കങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. ഈ സർക്കാരിന്റെ കാലത്ത് ശ്രീ അനിൽകുമാർ, ഈ സർക്കാരുമായി ബെക്കാഡി എന്ന കമ്പനി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതായുള്ള നമുക്കൊന്നും മുന്നിലൊരു രേഖകളൊന്നുമില്ല. പക്ഷെ ഇതിപ്പോൾ എന്താണ്, നമുക്ക് ലഭ്യമാകുന്ന രേഖകളാണ്. 3 തവണ ആശയവിനിമയം, അങ്ങോട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന രേഖ വരികയാണ്. പ്രവർത്തകർക്ക് അല്പമെങ്കിലും മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടാവും ഞാൻ ധരിക്കുന്നു. എന്ത് രേഖയെ കുറിച്ചാ പറയണത്? സർക്കാരിനൊരു കത്ത് തന്നു. കത്ത് രേഖ എന്ന് പറയുമ്പോൾ കത്താന്നല്ലോ ഒരു തെളിവ്. ആ കത്ത് തന്ന ഉടനെ സർക്കാർ അതിന്റെ മേലെ കിടക്കുകയായിരുന്നു. സർക്കാർ തന്നെ അംഗീകരിക്കുകയായിരുന്നു. നമ്മൾ എന്താ വിചാരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് 3 തവണ 2017 ആയാലും 2021 വരുമ്പോൾ ഈ പോളിസിയിൽ പല ചേഞ്ചുകൾ വരികയാണ്. അല്ലല്ല, ഈ അമെന്റ്മെന്റ് 2021 അമെന്റ്മെന്റ് വരികയാണ്. പല പോളിസി ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം നോക്കിയാണ് ഇവർ സമീപിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു അമെന്റ്മെന്റ് വരികയുണ്ടായി. അമെന്റ്മെന്റ് വന്ന് 3 കൊല്ലം 5 മാസം ഇപ്പൊ കഴിഞ്ഞല്ലോ. ആ അമെന്റ്മെന്റ് വന്ന് 3 കൊല്ലം 5 മാസം കഴിഞ്ഞു. അത്ര ഒരു കാര്യത്തിൽ ആ കമ്പനിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ LDF തയ്യാറായില്ല എന്നതല്ലേ സത്യം. അതേസമയം ഒരപേക്ഷയില്ലാതെ സതീശൻ ചാടി പുറപ്പെട്ടത് എന്തിന്? അദ്ദേഹം മന്ത്രിയായി 3ാം പൊക്കം. LDF 3 കൊല്ലം 5 മാസവും നടപ്പാകാതിരുന്നൊരു കാര്യം അദ്ദേഹം മന്ത്രിയായി 3 മണിക്കൂറിനകം, 3 ദിവസത്തിനകം 7 ഉദ്യോഗസ്ഥന്മാർ കണ്ട് ശരവേഗത്തിൽ നീങ്ങുകയല്ലേ. എന്തിനാണ്? നമ്മളിപ്പോ ലോകകപ്പില് മെസ്സിയുടെ കാലെ പന്തെത്തി ഗോൾ അടിച്ചു എന്ന് പറഞ്ഞല്ലേ, സതീശന്റെ കാലിൽ 7 പേര് പാസ് ചെയ്ത് വരാൻ 3 മിനിറ്റ് മതി. മാത്രമല്ല, ഒരു സുപ്രഭാതത്തിൽ ബെക്കാഡി കമ്പനി പൊട്ടിമുളച്ചതല്ല, കഴിഞ്ഞ സർക്കാരിനെ സമീപിച്ചിരുന്നു എന്ന് അവർക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ്. അതെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, LDF സർക്കാരിനെ സമീപിച്ചു എന്നുള്ളത് സത്യമല്ലേ? അങ്ങനെ ഏതെല്ലാം കമ്പനികൾ ഏതെല്ലാം ആവശ്യമായിട്ട് സർക്കാരിന്റെ മുന്നിൽ വരും. അങ്ങനെ വരുന്ന കമ്പനികളെ എല്ലാം സമീപിച്ചു എന്നുള്ളത് കൊണ്ട് സർക്കാർ കളങ്കിതമാകുന്നു. സമീപിച്ച കാര്യത്തിൽ സർക്കാർ എന്തു ചെയ്തു? LDF ചെയ്തില്ല, UDF ചെയ്തു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് അഴിമതിയാകുമായിരുന്നുവെന്ന് മാർച്ച് 6 സതീശൻ വ്യക്തമാക്കി. അത് സതീശൻ വന്ന ഉടനെ ചെയ്തു. കിട്ടിയ കാശ് പോക്കറ്റിലിട്ട് അങ്ങ് ചെയ്തു. അത് ഒറ്റയ്ക്കായി പോയി. കോൺഗ്രസിന് വീതം കിട്ടിയില്ല, ലീഗിന് വീതം കിട്ടിയില്ല, കോൺഗ്രസിലെ മറ്റാളുകൾക്ക് വീതം കിട്ടിയില്ല, ലിജുവിന് കിട്ടിയില്ല എന്ന് തർക്കം അവർക്കുണ്ടാവും. പക്ഷെ പ്രശ്നം സതീശനല്ലേ ചെയ്തത്? UDFനെ വിളിച്ച് അത് സുധീരിൽ നിന്നും വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ.
LDF സർക്കാരിന്റെ കാലത്ത് കത്തുണ്ടാവുകയും ആ കത്തിന്റെ മേലെ ചർച്ചകൾ നടക്കുകയും ചെയ്തല്ലോ. ചെയ്തിട്ട് ആ കമ്പനിക്ക് അനുകൂലമായി ഒരു ചെറു തീരുമാനം പോലും എടുത്തില്ല. അതേസമയം കർഷകർക്ക് അനുകൂലമായി തീരുമാനം എടുക്കുകയും ചെയ്തു. ഇത് വ്യക്തതയുള്ള കാര്യമല്ലേ? ആ വ്യക്തത നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ശരി, വളരെയധികം നന്ദി ശ്രീ അനിൽകുമാർ.